അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് യാസ്മിൻ, വള്ളക്കടവ് താമസം. വളരെ സമഗ്രമായ ഒരു പഠനമാണ് അൽഹംദുലില്ലാ ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ധാരാളക്കണക്കിന് ക്രൈസ്തവ ജൂതന്മാർ നമുക്കെതിരെ ആയുധമായി പ്രയോഗിക്കുന്ന ഒരു ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹം മാരണം ബാധിച്ചവനാണെന്നും ഏതോ ഒരു കിണറിൽ ഏതോ ഒരു ജൂതൻ കൊണ്ടിട്ട മുടിയും പൂവും കാരണം 6 മാസത്തോളം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തവ ചെയ്തതായും തോന്നിയതായിട്ടുമൊക്കെ ഹദീസുകളിൽ കാണാമെന്ന് ഇന്നും അവർ വാദിക്കുന്നു. അത്തരം ആളുകൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു എളിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് പലതവണ ഞാൻ ഉത്തരം മുട്ടിപ്പോയ ഈ ചോദ്യത്തിന് ഈ ഒരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അവരുടെ ഈ വിമർശനത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ? സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, സിഹ്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചു എന്നുള്ള ഹദീസ്, അത് ഏറെ ക്രൈസ്തവ ജൂതന്മാരെടുത്ത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്നു എന്നാണ്. സത്യത്തിൽ അത് തന്നെ എന്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച ക്രൈസ്തവ ജൂതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ള ഒരു വിമർശനമായി ഈ ഹദീസ് എടുത്തുദ്ധരിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഒരുപാട് വിഷയങ്ങളിൽ പൊതുവേദികളിൽ വെച്ച് സംവാദം നടത്തുവാൻ അവസരം കിട്ടിയ എനിക്ക് ഈ വിഷയം പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായി എടുത്തുദ്ധരിക്കപ്പെട്ടത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലുമില്ല. എന്നാൽ മുസ്ലിം ലോകത്ത് നിന്ന് ഹദീസുകളെ മൊത്തത്തിൽ നിഷേധിക്കുന്നതിന് വേണ്ടി മുഅ്തസിലുകൾ മുതൽക്ക്, അഥവാ പ്രവാചകന്റെ കാലശേഷമുള്ള 3ാം തലമുറയിൽ ഉണ്ടായി വന്ന ഹദീസ് നിഷേധികളുടെ കൂട്ടമാണ് മുഅ്തസിലികൾ. ആ മുഅ്തസിലികൾ മുതൽക്ക് എല്ലാവരും ഈ ഹദീസിനെ എടുത്തുപൊക്കിക്കൊണ്ട് ഇത് ശരിയല്ല എന്ന് വാദിച്ചു വരാറുണ്ട്. യഥാർത്ഥത്തിൽ സിഹ്ർ ഒരു വസ്തുതയാണോ, അത് ബാധിക്കുമോ എന്നെല്ലാമുള്ള വിഷയങ്ങൾ വിശദമായി വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്നത് പ്രവാചകന്റെ മഹത്വത്തെയോ പ്രവാചകന്റെ വ്യക്തിത്വത്തെയോ ഒരു തലത്തിലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, ഈ ബുഖാരിയിലുള്ള ഹദീസ് പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്ന്, സിഹ്ർ കൊണ്ട്, ഒരു ജൂതൻ ചെയ്ത സിഹ്ർ കൊണ്ട് എനിക്ക് പറഞ്ഞത് പറയാത്തതുപോലെ തോന്നി എന്ന്, എനിക്ക് പറയാത്തത് പറഞ്ഞതുപോലെ തോന്നി എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് പ്രവാചകനെ കണ്ട മറ്റാരെങ്കിലുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ആ പ്രവാചകൻ ഈ കാലഘട്ടത്തിൽ എനിക്കങ്ങനെ ഒരു പ്രയാസമുണ്ടായി എന്നും ആ പ്രയാസത്തെ ദൂരീകരിക്കുവാനുള്ള മാർഗം അള്ളാഹു തന്നെ തനിക്ക് വെളിപാടായി അറിയിച്ചു തന്നു എന്നും, അങ്ങനെ ആ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് ദൂരീകരിച്ചു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ ശിഷ്യന്മാർക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവ്യപുരുഷനാണ് എന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്ന പ്രവാചകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഹയ്യെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രക്രിയ നടത്തുമ്പോൾ ആ വഹി എത്തിക്കുറിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ പൂർണ്ണമായ സംരക്ഷണമുണ്ട് എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സംരക്ഷണത്തിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം വിഷയങ്ങളിൽ കൂടി ജനങ്ങൾക്ക് മാതൃകയായി തീരുകയാണ്. പ്രവാചകൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിന് രോഗമുണ്ടാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും യുദ്ധത്തിൽ വെച്ച് അദ്ദേഹത്തിന് പ്രയാസകരമായി പരിക്ക് പറ്റാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ഗൂഢമായ ആലോചനകൾ നടക്കുകയും അദ്ദേഹത്തെ കൊല്ലാൻ വരെ ആളുകൾ ആലോചിക്കുകയും അതൊന്നും അറിയാതെ അദ്ദേഹം നടത്തപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിന് പ്രയാസകരമായ രോഗങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിലും അദ്ദേഹത്തിന് മരണത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിലൂടെ ഉപദേശങ്ങളിലൂടെ കാണിച്ചു കൊടുത്തതാണ് എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഹദീസിലുള്ളത്. അവിടെ റസൂലുള്ളാഹിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തെയോ നിഷേധിക്കുന്ന യാതൊന്നുമില്ല. ആധുനിക ശാസ്ത്രത്തിന്റെ വരുതിയിൽ വന്നിട്ടില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴും ആധുനിക ശാസ്ത്രത്തിന് നമ്മൾ ആധുനിക മനഃശാസ്ത്രം വരെ ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഹിപ്നോതെറാപ്പി, അല്ലെങ്കിൽ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോസിസ്, ഈ ഹിപ്നോസിസിന്റെ മെക്കാനിക്സ് എന്താണ്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്? ഏത് മെക്കാനിക്സ് ആണ് അതിന്റെ പിന്നിലുള്ളത്? ആധുനിക ശാസ്ത്രത്തിന് അത് മനസ്സിലാക്കുവാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അത് ഇല്ല എന്നല്ല. ഇതേപോലെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ച സീമയിലുണ്ട്, ഈ ഭൂമിയിലുണ്ട്. തീർച്ചയായും അത് ശരിയോ തെറ്റോ, അത് വസ്തുതയോ അല്ലേ എന്ന കാര്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച പ്രമാണം പ്രവാചകന്റെ വചനങ്ങളും പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനുമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള ഒരു ഹദീസ്, റസൂലുള്ളാഹിയിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക? അത് പ്രവാചകനിൽ നിന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നയാൾ വരെ ഒരാൾ പോലും തെറ്റാതെ കൃത്യമായി സത്യസന്ധമായി സൂക്ഷ്മമായി ഒരാളിലും ഒരബദ്ധവും വരാത്ത രൂപത്തിൽ സംപ്രേഷണം ചെയ്യപ്പെട്ട ഹദീസാണ്, കൃത്യതയുള്ള ഹദീസ്. ആ ഹദീസിനാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറയാ. ഈ സ്വഹീഹായ ഹദീസിനെ നിർണയിക്കുന്നതിന് വേണ്ടി ഹദീസ് പണ്ഡിതന്മാർ ഭഗീരഥ പ്രയത്നമാണ് നടത്തിയത്. ആ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഉസൂലുൽ ഹദീസ് എന്ന ശാസ്ത്രശാഖ ഉണ്ടായി വന്നിട്ടുള്ളത്. ഈ ഉസൂലുൽ ഹദീസിൽ അനുസരിച്ച് സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരി അതിൽ ചേർത്തത്. സ്വഹീഹായ ഒരു ഹദീസ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിത്തറ തന്നെ പൊളിയുകയാണ്. സ്വഹീഹായ ഒരു ഹദീസ് നമ്മൾക്ക് തള്ളാൻ ഇവിടെ പറഞ്ഞതുപോലെ അംഗീകരിക്കാൻ നിർവാഹമില്ല, ബുദ്ധിപരമല്ല, അല്ലെങ്കിൽ വിമർശനം വരുന്നു എന്ന കാരണം വെച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞാൽ ഈ ഉസൂലുൽ ഹദീസ് എന്ന ശാസ്ത്രം തന്നെ തെറ്റാണ് എന്നാണ് അർത്ഥം. കാരണം നിങ്ങൾ ആലോചിക്കുക, പ്രവാചകനിൽ നിന്ന് എ കേട്ടു, എയിൽ നിന്ന് ബി കേട്ടു, ബിയിൽ നിന്ന് സി കേട്ടു, സിയിൽ നിന്ന് ഡി കേട്ടു, ഡിയിൽ നിന്ന് ബുഖാരി കേട്ടു, എന്നിട്ട് അത് രേഖപ്പെടുത്തി ആ രൂപത്തിലാണ് ഹദീസ് ഉണ്ടാവുക. ഇതില് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ജീവചരിത്രം പരിശോധിച്ച് അവർ കളവ് പറയാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന്, അവർക്ക് തെറ്റുപറ്റാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന്, അവർക്ക് മറവി സംഭവിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന്, അവർക്ക് സംസാരത്തിൽ പിഴവ് വരാൻ വല്ല സാധ്യതയുമുണ്ടോ എന്ന് എല്ലാം പരിശോധിച്ചിട്ട് അതിനെല്ലാം അല്ല, ഇല്ല, ഇല്ല, ഇല്ല എന്ന ഉത്തരമുണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു ഹദീസ് സ്വഹീഹായി തീരുന്നത്. ഇങ്ങനെ ഉത്തരം ലഭിച്ച
ഒരു ഹദീസ് തള്ളിക്കളഞ്ഞാൽ അതിനർത്ഥം ഒന്നുകിൽ എ കളവ് പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ ബി കളവ് പറഞ്ഞു എന്നാണ്, അതല്ലെങ്കിൽ സി കളവ് പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ ഡി കളവ് പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ സഹീഹുൽ ബുഖാരി കളവ് പറഞ്ഞു, ബുഖാരി ഇമാം കളവ് പറഞ്ഞു എന്നാണ്. ഇതില് ആര് കളവ് പറഞ്ഞു എന്ന് വിചാരിച്ചാലും എ കളവ് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ എയിലൂടെ നിവേദനം ചെയ്യപ്പെട്ട ഒരുപാട് ഹദീസുകൾ ഉണ്ടാകും. അതൊന്നും തന്നെ പിന്നെ സ്വീകരിക്കാൻ കഴിയില്ല. ബി കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലൂടെ നിവേദനം ചെയ്യപ്പെട്ട ഒരുപാട് ഹദീസുകൾ ഉണ്ടാകും. അതൊന്നും തന്നെ സ്വീകരിക്കാൻ സാധ്യമല്ല. സിയും ഡിയും സഹീഹുൽ ബുഖാരി ഇമാമുമെല്ലാം കളവ് പറഞ്ഞു എന്ന് വിചാരിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അങ്ങനെയാകുമ്പോൾ ഉസൂലുൽ ഹദീസ് എന്ന ശാസ്ത്രം തന്നെ കൈയൊഴിക്കേണ്ടി വരും. പ്രവാചകനിൽ നിന്നുള്ള ഹദീസ് സ്വീകരിക്കുവാനുള്ള ഒരു മാനദണ്ഡവും മുസ്ലിം ലോകത്തിന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല. ഇത് മനസ്സിലാക്കിയവരാണ് ഇതേപോലെയുള്ള ഹദീസുകൾ എടുത്തുകൊണ്ട് ഹദീസുകൾ സ്വീകരണ രീതി ശരിയല്ല എന്നും അതുകൊണ്ട് തന്നെ സ്വയായ ഹദീസുകൾ പോലും സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുമുള്ള സംശയത്തിന്റെ വിത്തുകൾ മുസ്ലിം സമുദായത്തിൽ നിന്നും പുറത്തുമെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇത് വസ്തുതാപരമല്ല. പ്രവാചകന്റെ മഹത്വത്തിനോ പ്രവാചകന്റെ ഔന്നത്യത്തിനോ പ്രവാചകന്റെ വ്യക്തിത്വത്തിനോ ഒരു കോട്ടവും ഈ ഹദീസ് വരുത്തുന്നില്ല. കോട്ടം വരുത്തുമായിരുന്നെങ്കിൽ പ്രവാചകനിൽ നിന്ന് അത് നിവേദനം ചെയ്ത സ്വഹാബി ആ ഹദീസ് പറയുമായിരുന്നില്ല. സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം നെഞ്ചകം ഉപയോഗിച്ച് അമ്പ് കടന്നു വരുമ്പോ അതിനെ പ്രതിരോധിച്ച് പ്രവാചകനെ സംരക്ഷിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്നത് എന്ന് അവർക്ക് തോന്നിയ ഒരു കാര്യവും അവർ നിവേദനം ചെയ്യുമായിരുന്നില്ല. ബുഖാരി ഇമാം അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ഹദീസുകളിലെ നെല്ലും പതിരും വേർതിരിക്കുവാൻ വേണ്ടി ജീവിതം മുഴുവനും ത്യാഗസമ്പൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ്. ആ ബുഖാരി ഇമാം ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവനും വൃഥാവിലാണ്, കൊള്ളരുതാത്തതാണ്, സ്വീകാര്യമല്ല എന്ന് പറയലാണ്. ബുഖാരി ഇമാം നിവേദനം ചെയ്തൊരു ഹദീസ് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ അതുകൊണ്ട് സംഭവിക്കുക അത് ഒരു മുസ്ലിമിന്റെ രീതിയല്ല. ബുഖാരി ഇമാം പറഞ്ഞു എന്നതുകൊണ്ടല്ല നമ്മൾ അംഗീകരിക്കുന്നത്, മറിച്ച് ബുഖാരി ഇമാം സ്വീകരിച്ച മെത്തഡോളജി, രീതിശാസ്ത്രം പെർഫെക്റ്റ് ആണ് എന്നതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ രീതിശാസ്ത്രമാണ് അവരെല്ലാം സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തള്ളുവാൻ യാതൊരു നിർവാഹവുമില്ല. ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ഈ ഹദീസിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ ഇസ്ലാമിന്റെ ഉത്തരം ഇതാണ്: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വരാം എന്നതുപോലെ, പ്രവാചകന് അപകടം സംഭവിക്കാം എന്നതുപോലെ, പ്രവാചകന് പരിക്ക് പറ്റാം എന്നതുപോലെ, പ്രവാചകന്മാർ കൊല ചെയ്യപ്പെടാം എന്നതുപോലെ, പ്രവാചകന്മാർക്ക് ഈ രൂപത്തിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാം. മറ്റു മനുഷ്യർക്ക് സംഭവിക്കുമെങ്കിൽ പ്രവാചകന്മാർക്കും സംഭവിക്കാം. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ നിരോധിച്ച മാർഗങ്ങളിലൂടെ പോകാതെ പടച്ചവൻ അനുവദിച്ച മാർഗങ്ങളിലൂടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ശ്രമിക്കേണ്ടത് എന്ന പാഠപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് എന്നാണ് നമുക്ക് ആ കാര്യത്തിൽ പറയുവാനുള്ളത്. ഹദീസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ള വാതിൽ ഇനിയും തുറക്കുകയാണ്. ഞാൻ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില വിഷയങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. എന്റെ മുന്നിൽ ഉള്ള ആളുകളോട് എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ഹദീസുകളെ കൂടുതൽ പഠനവിധേയമാക്കുക എന്നതാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അറബിക് ഡിപ്പാർട്ട്മെന്റ് ഈ രംഗത്ത് വളരെ ശക്തമായ ഒരു കാൽവെപ്പ് നടത്തിയിരിക്കുകയാണ്. ആ കാൽവെപ്പിന്റെ സമാപന സമ്മേളനത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ലാത്ത നെഞ്ച് നിവർത്തി തന്നെ നിൽക്കാൻ കഴിയുന്ന സയൻസാണ്, തരത്തിലുള്ള സ്രോതസ്സാണ് ഹദീസ് എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ നേരത്തെ
എന്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച ഹദീസിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ. കിതാബുൽ ഖദറിലുള്ള സഹീഹ് മുസ്ലിമിലെ ഹദീസ് 40നും 45നും ഇടക്ക് ദിവസത്തിനടക്കാട് കുഞ്ഞിന്റെ ലിംഗനിർണയം ആത്യന്തികമായി നടക്കുന്നത് എന്ന് പറഞ്ഞ ഹദീസ് ചില ഹദീസ് നിഷേധികൾ, വ്യക്തിപരമായി പരിചയമുള്ള ആളുകൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ഈ ഹദീസിനെ എടുത്തുകൊണ്ട് ഇതെല്ലാം വലിച്ചെറിയേണ്ട സമയമായില്ലേ എന്ന് ചോദിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ അന്നത്തെ അറിവനുസരിച്ച് ജനിതകമായ ക്രോമോസോമിക്കലായിട്ടുള്ള ലിംഗനിർണയമാണ് അടിസ്ഥാനപരമെന്നും അങ്ങനെ ഒന്നാമത്തെ ദിവസം തന്നെ ലിംഗനിർണയം നടക്കുമെന്നും ആ ലിംഗനിർണയം തന്നെയാണ് ആത്യന്തികമായി ഉണ്ടാവുക എന്നുമായിരുന്നു അന്നത്തെ നമ്മുടെ അറിവ്. പക്ഷെ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വലിച്ചെറിഞ്ഞുകൂടെ എന്ന് ചോദിച്ച ആളുകൾക്ക് ഇന്ന് അവർ വലിച്ചെറിഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ ഹദീസ് പിടിച്ചുകൊണ്ടുവന്ന് പുതിയ SRY ജീനിനെ കുറിച്ചുള്ള പഠനശാഖയിൽ പ്രത്യേകമായ ആ പുസ്തകത്തിന്റെ പുറത്ത് ഒട്ടിച്ചു വെക്കേണ്ട അവസ്ഥാവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിമിതമായ അറിവിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഹദീസുകളെ തള്ളുന്നതിന് പകരം നമ്മുടെ അറിവിനെ നമ്മൾ അറിവിനകത്തുകൂടി പരിശോധിച്ച് അറിവിന്റെ അകത്തളങ്ങളിലൂടെ ഊളിയിട്ടിറങ്ങി പഠനത്തിന് വിധേയമാക്കിയാൽ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതെല്ലാം അള്ളാഹു സത്യസന്ധമായ വസ്തുതകളായിരുന്നു എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും. ആ ബോധ്യം നമ്മളെ നയിക്കേണ്ടത് പ്രവാചകന്റെ ജീവിത മാതൃക പിൻപറ്റുന്നതിലേക്കാണ്. അതാണ് ഇവിടെ അധ്യക്ഷൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക അത് സമഗ്രമാണ്, സമ്പൂർണമാണ്, നിത്യപ്രസക്തമാണ്, നിത്യനൂതനമാണ്. നമുക്കിപ്പോഴും ഏത് രംഗത്താണെങ്കിലും പരിശോധിച്ചാൽ പ്രവാചകന്റെ ജീവിത മാതൃക തന്നെയാണ് അത്യുന്നതം. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച കാര്യം രാഷ്ട്രീയ രംഗത്തെ നേതൃരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ലീഡർഷിപ്പ് സയൻസിലെല്ലാം ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ലീഡർഷിപ്പിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഏറ്റവും അധികം ചെലവഴിക്കപ്പെട്ട ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നേതൃപാഠ വിദഗ്ധൻ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ കോവയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ഗ്രന്ഥം പുറത്തിറങ്ങിയപ്പോ ഏറ്റവും അധികം ഇഫക്റ്റീവായ ആളുകളുടെ 7 സമൂഹത്തെ നയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തെ നയിക്കാൻ കഴിയുന്ന ആളുകളുടെ 7 സ്വഭാവങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന പുസ്തകം വായിച്ചപ്പോ എനിക്ക് തോന്നിയിരുന്നു ഈ പുസ്തകത്തിൽ പറയുന്ന സ്വഭാവങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ പല ഹദീസുകളും ഈ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന്, ആ വിഷയത്തിൽ ഒന്ന് എഴുതേണ്ടതുണ്ടല്ലോ എന്ന്. അതേപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം തന്റെ 8th ഹാബിറ്റ് എന്ന പുസ്തകം ഇറക്കിയപ്പോ 7 സ്വഭാവങ്ങളെ കൂടാതെ ഗ്രേറ്റ്നെസ്സിനുള്ള മഹത്വത്തിന് വേണ്ടിയുള്ള 8ാമത്തെ ഹാബിറ്റ് എന്ന വലിയൊരു പുസ്തകം ഇറക്കിയപ്പോഴും ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളുടെ വിശദീകരണം മാത്രമാണല്ലോ എന്ന് തോന്നിപ്പോയിരുന്നു. പക്ഷെ അത്ഭുതകരം, പിന്നീട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് ലീഡർഷിപ്പിന്റെ രംഗത്തുള്ള അതികായനായ ബ്രിട്ടീഷുകാരനായ ജോൺ അഡയറുടെ ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥമാണ്. ജോൺ അഡയർ മുസ്ലിമല്ല, പക്ഷെ അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് ലോകത്തിന് നിന്ന് വിട പറഞ്ഞ് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയായ നേതൃപാടവത്തെ ലോകത്തിന് സംഭാവന ചെയ്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃപാടവത്തിന്റെ രംഗത്തെ മാതൃകയുടെ മുന്നിൽ ജോൺ അഡയർ എന്ന ആധുനിക ലോകത്തെ നേതൃപാടവ വിദഗ്ധൻ സാഷ്ടാംഗം നമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ ആ പുസ്തകത്തിൽ കാണുന്നത്. തീർച്ചയായും ഇതാണ് പ്രവാചകന്റെ ജീവിതത്തിന്റെ സവിശേഷത. നമ്മുടെ ഔന്നത്യത്തിന്, മുസ്ലിം ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള നവോത്ഥാനത്തിന് പ്രവാചകന്റെ മാതൃകയിലേക്ക് തിരിച്ചു പോവുകയാണ് ആവശ്യം. ഹദീസുകളും ആധുനിക ശാസ്ത്രവും എന്ന വിഷയം പൂർണ്ണമാകുന്നത് ഈ ആധുനിക ശാസ്ത്രം പോലും ഹദീസുകളുടെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചു നിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ഹദീസുകളുടെ പ്രയോഗവൽക്കരണത്തിന്, ആ ഹദീസ് അനുസരിച്ചുള്ള ജീവിതത്തിന് നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് എന്ന സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാകണം. ആ സന്ദേശം നമ്മളെല്ലാം ഏറ്റെടുക്കുക. സർവശക്തനായ തമ്പുരാൻ അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
ഇനി ബുഖാരിയിലെ ഹദീസിനെ സംബന്ധിച്ചും അതിന്റെ വിശദീകരണത്തെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് ഹനീഫ് കായക്കൊടി വിശദീകരിക്കുന്നതാണ്. നേരത്തെ ശംസുദ്ദീൻ പാലത്ത് സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ കഴിയും തോറും ചില ആളുകളുടെ ബുദ്ധി കുറഞ്ഞു വരികയാണ്. 2000-ൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകൾ സ്വീകരിക്കുവാൻ അവരുടെ ബുദ്ധി വിശാലമായിരുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ മുസ്ലിങ്ങളെപ്പോലെ ഇന്നും ജീവിക്കുന്ന മുസ്ലിങ്ങളെപ്പോലെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളെപ്പറ്റി അത് സ്വീകാര്യമാണ് എന്നതിനെപ്പറ്റി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല. അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ബുദ്ധിമാന്മാരാണ് ലോകത്ത് കഴിഞ്ഞുപോയ സലഫി പണ്ഡിതന്മാരും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരും. എന്നാൽ 10 വർഷം മുമ്പ് ആ ബൗദ്ധിക നിലവാരത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ സംഘടനയിൽ നിന്ന് വേറിട്ട് പോയപ്പോൾ ചില ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ബുദ്ധിപരമായ അവരുടെ നിലവാരം താണുപോയി. അതാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത. ഈ വിഷയത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അത് സ്വീകാര്യമല്ല എന്നത് പറയുന്നതിന് അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു ന്യായം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഒന്ന്, അത് ഖുർആനിനെതിരാണ്. സൂറത്തുൽ ഇസ്രായിലെ 47-48 വചനങ്ങൾക്കെതിരാണത്. സൂറത്തുൽ ഫുർഖാനിലെ 8-9 ആയത്തുകൾക്കെതിരാണത് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഖുർആനിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾക്ക് എതിരാണ്, അതുകൊണ്ട് സ്വീകാര്യമല്ല എന്നാണ് ഈ ആളുകൾ പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വഹാബത്ത് അത് കേട്ടു. അത് കേട്ട സ്വഹാബികൾ തന്നെയാണ് ഈ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പണ്ഡിതന്മാർ ഈ ഹദീസുകൾ കൈമാറി വരികയാണ്. വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ സിഹറിന്റെ ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ വിശദീകരണം എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഈ 2 വിഭാഗം പണ്ഡിതന്മാരിൽ ആരെങ്കിലും അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന പ്രാമാണിക തഫ്സീറുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു തഫ്സീറുകളുടെ കൂട്ടത്തിൽ തഫ്സീർ മുഫസ്സിറുകളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി ഒരുപാട് മുഫസ്സിറുകളുടെ പേരുകൾ നമുക്കറിയാം. ഇമാം ത്വബരിയെ പോലെ, ഇമാം ഖുർത്തുബിയെ പോലെ, മറാഗിയെ പോലെ, ഇബ്നു കസീറിനെ പോലെ എന്നിങ്ങനെ ഒരുപാട് മുഫസ്സിറുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക വൈദുഹും നജ്വാ ഇദ് യഖൂലു الظാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇതാ ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസ്, ഇനി ബുഖാരി ഉദ്ധരിക്കുന്നതിന് മുമ്പ് ജീവിച്ചവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കുന്നുണ്ട്. ഈ ഹദീസ് ഈ ആയത്തിന് എതിരാണ് എന്നീ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയോ? ഒരു പരിഭാഷയെങ്കിലും ഒരു തഫ്സീറെങ്കിലും ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ ഇത് പ്രസംഗിച്ച് നടക്കുന്ന, ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? കഴിയില്ല. ഒരിടത്തും അത് വിശദീകരിച്ചിട്ടില്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു. ഇമാം ബുഖാരി ആ ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിന് ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിന് സഹീഹിന് പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി. ഇബ്നു ഹജർ വ്യാഖ്യാനം എഴുതി, ദാറഖുത്നി വ്യാഖ്യാനം എഴുതി, ഇബ്നു റജബ് വ്യാഖ്യാനം എഴുതി. ഇതേപോലെയുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി. ഏതെങ്കിലും പണ്ഡിതന്മാർ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഈ കാര്യം, ഈ ഹദീസ് അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ അത് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾക്കെതിരാണ്,
എന്ന് രേഖപ്പെടുത്തിയോ? രേഖപ്പെടുത്തിയില്ല. 2. മൂന്നാമത്തേത്, ഒരു മുസ്ലിമിന്റെ അഖീദ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടു. അഖീദയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയായി അറിയപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ അഖീദ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇതാ വിശുദ്ധ ഖുർആനിനെതിരാണ് ഈ ഹദീസ്, അതുകൊണ്ട് ഇത് തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, ലോകത്ത് കഴിഞ്ഞുപോയ ഈ പ്രാമാണികരായ പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചവർ, അതേപോലെ ഹദീസുകൾ വ്യാഖ്യാനിച്ചവർ, അതേപോലെ മുസ്ലിമിന്റെ അഖീദ വിശദീകരിച്ചവർ, ആ പണ്ഡിതന്മാർക്കൊക്കെ അബദ്ധം സംഭവിച്ചു, ആ പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റി. ആ പണ്ഡിതന്മാർ മനസ്സിലാക്കാത്ത ഖുർആൻ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾ മനസ്സിലാക്കി, ഏതെങ്കിലും സംഘടനയോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരാൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതാണോ നാം സ്വീകരിക്കേണ്ടത്? അതല്ല, പൂർവിക പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതാണോ നാം സ്വീകരിക്കേണ്ടത് എന്നാണ്. രണ്ടാമതായി, ഈ ഹദീസ് സ്വീകാര്യമല്ല, ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും പ്രഖ്യാപിച്ച ഹദീസ് അത് സ്വീകാര്യമല്ല എന്ന് പറയാൻ രണ്ടാമതായി ഇവർ നിരത്തുന്ന ന്യായം നിങ്ങളൊന്ന് കേൾക്കുക. മൂന്നാമത്തെ പോരായ്മ മുദല്ലസാണ് ഹദീസ്. ആ ഹദീസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹിശാം ഇബ്നു ഉർവയിൽ നിന്ന് മാത്രമാണ്. അയാൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹിശാം, ഈ ഹിശാമിനെ കുറിച്ച് പറഞ്ഞത് സ്വന്തം പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങൾ താൻ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിശാം. അതിനാണ് മുദല്ലസായ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. ഈ ഹദീസ് മുദല്ലസാണ്, അതുകൊണ്ട് സ്വീകരിക്കേണ്ടതില്ല. ഹിശാമൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് അത് സ്വീകരിക്കാൻ പാടില്ല, കാരണം ഇദ്ദേഹം മുദല്ലിസാണ് എന്നാണ് ഈ മൗലവിമാരിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. ആരാ സഹോദരന്മാരെ ഇവർക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? സലാം സുല്ലമി ഉണ്ടാക്കിയതല്ലല്ലോ, അതല്ലെങ്കിൽ ഈ പ്രസംഗിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കിയതല്ലല്ലോ, മറിച്ച് ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരാണ്. ഇബ്നു സലാഹിനെ പോലെ, ഇബ്നു ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാരാണ് എന്താണ് തദ്ലീസ് എന്ന്, ആരാണ് മുദല്ലിസ് എന്ന്, എപ്പോഴാണ് ഒരു ഹദീസ് മുദല്ലസാവുന്നത് എന്ന് വിശദീകരിച്ചത്. എന്നാൽ ആ വിശദീകരിച്ച പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ ബുഖാരിയിലെ ഈ ഹദീസ് തള്ളിക്കളയണം? അങ്ങനെയാണെങ്കിൽ അവരല്ലേ അത് പറയേണ്ടിയിരുന്നത്. ആ പറഞ്ഞ പണ്ഡിതന്മാർ എന്താണ് തദ്ലീസ്, മുദല്ലിസ്, മുദല്ലസ് എന്നൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരാണ് പറഞ്ഞത് ബുഖാരിയിലെ ഹദീസുകൾ ദുർബലമല്ല. ഇനി ഈ പറഞ്ഞ ഹിശാം ദുർബലനായ ആളാണോ? ഹിശാം ദുർബലനായ ആളാണോ? ഇപ്പറഞ്ഞ ന്യായം വെച്ച് ബുഖാരിയിലെ ഹദീസ് തള്ളാന്ന് വിചാരിക്കുക നമ്മൾ. എന്ത്? ഹിശാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, ഈ മടവൂരി മൗലവിമാർ പറയുന്നത് കേട്ട് അത് ശരിയാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന നിഷ്കളങ്കരായ സഹോദരന്മാരെ മനസ്സിലാക്കണം, ഈ ഒരു ഹദീസിൽ നിൽക്കില്ല ബുഖാരിയെ തള്ളൽ. കാരണം ഹിശാമിൻ അൻ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് 141 ഹദീസുകളാണ്. അൻ ഹിശാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് അത് മുദല്ലസാണ്, സ്വീകരിക്കാൻ പാടില്ലെന്നല്ലേ ഇവർ പറഞ്ഞത്. എങ്കിൽ ഈ ഒരു ഹദീസ് തള്ളിയാൽ മതിയാവില്ല, ബുഖാരിയിൽ നിന്ന് 141 ഹദീസ് തള്ളണം. ബുഖാരിയുടെ പരിഭാഷയോ ബുഖാരിയുടെ കിതാബോ വീട്ടിലുള്ളവർ പോയി മറിച്ചു നോക്കുക. 20-ാം നമ്പർ ഹദീസ്, 130-ാം നമ്പർ ഹദീസ്, 212-ാം നമ്പർ ഹദീസ്, 162-ാം നമ്പർ ഹദീസ്, 317-ാം നമ്പർ ഹദീസ് എന്നിങ്ങനെ തുടങ്ങി 141 ഹദീസുകൾ തള്ളേണ്ടി വരും. മുസ്ലിമിൽ നിന്ന് 90 ഹദീസുകൾ തള്ളേണ്ടി വരും. എങ്ങനെ? അൻ ഹിശാമിൻ അൻ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് ഈ ഹിശാം? ഹിശാം ഇബ്നു ഉർവത്ത് ഇബ്നു സുബൈർ. ബുഖാരിയിൽ അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഹദീസിന്റെ പരമ്പരയുണ്ട്. അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി എന്ന് പറയുന്ന പരമ്പരകൾ 120 എണ്ണമാണ് ബുഖാരിയിലുള്ളത്, 67 എണ്ണം മുസ്ലിമിലുമുണ്ട്. അതും തള്ളണ്ടേ?
ഹിശാം ഇബ്നു ഉർവ തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തള്ളുകയാണെങ്കിൽ ബുഖാരിയിൽ നിന്ന് 141 കൂട്ടണം 120 തള്ളണം. മുസ്ലിമിൽ നിന്ന് 90 കൂട്ടണം 67 തള്ളണം. ഈ ഹദീസൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ തള്ളേണ്ടത്? സലാം സുല്ലമിക്കും ഹുസൈൻ അടവൂരിനും CP ഉമർ സുല്ലമിക്കും മനസ്സിലാകുന്നില്ല എന്നതിന്റെ പേരിൽ അത് തള്ളാൻ മുസ്ലിം സമൂഹം നിന്നുകൊടുക്കണോ? അതിന് മാത്രം വിവരം CPക്കും അടവൂരിനൊക്കെ ഉണ്ട് നമുക്ക് തോന്നണ്ടേ? ഇബ്നു ഹജർ സ്വീകരിച്ച ഹദീസ്, ഇബ്നു റജബ് സ്വീകരിച്ച ഹദീസ്, ഇബ്നു അബ്ദുൽ ബർ സ്വീകരിച്ച ഹദീസ്, ഇമാം ശാഫിഈ സ്വീകരിച്ച ഹദീസ്, ഇമാം ഇബ്നുൽ ഖയ്യിം സ്വീകരിച്ച ഹദീസ്, ഇമാം ഇബ്നു തൈമിയ്യ സ്വീകരിച്ച ഹദീസ്, ആധുനിക പണ്ഡിതന്മാരായ ശൈഖ് ഇബ്നു ബാസും ശൈഖ് ഉസൈമീനും അതേപോലെ ശൈഖ് അൽബാനിയും ഒക്കെ സ്വീകരിച്ച ഹദീസ്, അതൊക്കെ നമ്മൾ തള്ളേണ്ടത് ആർക്കു വേണ്ടി? ഹുസൈൻ അടവൂരിന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല, CP ഉമർ സുല്ലമിയുടെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കലല്ലേ ഞമ്മക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളതിനുള്ള അടയാളം? അതല്ല, ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാലും ശരി മടവൂരിനും CPക്കും അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മക്കത് ബോധ്യപ്പെടൂല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധി പോലെ നമ്മളെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലാതെ മുസ്ലിം സമുദായം എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? ഇനിയും കിതാബ് അറിയുന്ന പണ്ഡിതന്മാർ മടവൂരികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചോ നിങ്ങൾ. അസഹുൽ അസാനീദ്, ഓരോ പരമ്പരയെ പറ്റി ഓരോരുത്തരിൽ നിന്നും സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പരമ്പരകൾ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര എന്നിങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ ഓരോ പണ്ഡിതന്മാരിൽ നിന്നും ഓരോ സഹാബികളിൽ നിന്നും വരുന്ന ഏറ്റവും സ്വീകാര്യമായ പരമ്പരകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അസഹുൽ അസാനിദ് ഏറ്റവും സ്വീകാര്യമായ പരമ്പര അൻ ഹിശാമിൻ അൻ അബീഹി അൻ ആയിഷ എന്ന പരമ്പരയാണ്. അതാ പണ്ഡിതന്മാരുടെ നിലപാട് ആ വിഷയത്തിൽ. പക്ഷെ പണ്ഡിതന്മാരുടെ നിലപാട് സ്വീകരിച്ചാൽ AP അബ്ദുൽ ഖാദർ മൗലവിയെയോ TP അബ്ദുള്ള കോയ മദനിയെയോ അതല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയോ പണ്ഡിതന്മാരെയോ ചീത്ത പറയാൻ കഴിയില്ല. അത് ചീത്ത പറയണമെങ്കിൽ എന്ത് വേണം? ബുഖാരിയെ തള്ളിയാലും കുഴപ്പമില്ല, മുസ്ലിമിനെ തള്ളിയാലും കുഴപ്പമില്ല, ഹിശാമിനെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ, മകൻ മരിച്ചിട്ടും മരുമകളുടെ കണ്ണീര് കാണണം എന്ന് വിചാരിക്കുന്ന അമ്മായി അമ്മയെ പോലെ എന്തായാലും കുഴപ്പമില്ല, മുജാഹിദീങ്ങളെ രണ്ട് ചീത്ത പറയണം, അതിനാരെ മോശാക്കിയാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇനിയോ ഈ വിഷയത്തിൽ മൂന്നാമത് ഇവർ പറയുന്ന വേറൊരു ന്യായം കേട്ടോളൂ നിങ്ങൾ. ഇനിയോ ദർവാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കിണർ അങ്ങനെ ഒന്നില്ല ചരിത്രത്തിൽ. അത് തകർത്തുവെങ്കിൽ, ഇത്രയും വലിയൊരു സംഭവത്തിന്റെ പിന്നിൽ ഒരു കിണർ തകർത്തുവെങ്കിൽ, അത് കുഴിച്ചു മൂടിയെങ്കിൽ ചരിത്രത്തിൽ അത് അറിയപ്പെടേണ്ടിയിരുന്നു. എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല, അങ്ങനെ ഒരു കിണറില്ല ചരിത്രത്തിൽ. പഠിച്ചു നോക്കണം എന്ന് നമുക്കും പറയാനുള്ളത്. ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല എന്നതിന്റെ കൂടെ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തുക. ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണർ ഇല്ല എന്നത് ഇവരുടെ വാദാണ്. ആ ചരിത്രം ഇവർക്ക് അറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാർ ബിർ ദർവാൻ എന്ന കിണറ്റിലാണ് ജൂതൻ സിഹർ ചെയ്തു വെച്ചത് എന്ന ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി, ആ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം, ആ ഹദീസ് രേഖപ്പെടുത്തിയ പിൽക്കാല പണ്ഡിതന്മാർ. അവരാരും ആലോചിച്ചില്ലേ ഇങ്ങനെ ഒരു കിണർ ഉണ്ടോ ഇല്ലേ നമുക്കൊന്ന് ചർച്ച ചെയ്യണ്ടേ? ഞാനതാ പറഞ്ഞത്, അവരെക്കാളൊക്കെ ബുദ്ധി ഇവർക്ക് ഉണ്ടാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഇവിടെ എത്തിയാ പോരല്ലോ ഇവര്. ഇപ്പൊ അലി ആരാന്ന് നമുക്കറിയാം. അതേപോലെ അക്കൂട്ടത്തിൽ ഈ ഹദീസിനെ നിഷേധിക്കുന്ന മടവൂരായാലും അതല്ലെങ്കിൽ CP ഉമർ സുല്ലമി ആയാലും അവരുടെയൊക്കെ ബൗദ്ധിക നിലവാരം, ബുദ്ധിപരമായി അവരെത്ര ഉന്നതിയിലുണ്ട് എന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാലോ. അവരെക്കാളൊക്കെ ബുദ്ധിയുള്ള ആളുകൾ വേറെ ഉള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെയായിപ്പോയത്. അപ്പൊ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു ചിന്ത പൂർവികരുടെ മനസ്സിലൊന്നും കടന്നുപോയില്ലേ? ഇമാം ബുഖാരി ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, അതേപോലെ തന്നെ തബഖാത്തുൽ കുബ്രയിൽ, സഹീഹ് ഇബ്നു ഹിബ്ബാനിൽ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, അതേപോലെ തന്നെ ഇമാം ഹുമൈദിയുടെ മുസ്നദിൽ, ഇമാം ഷാഫിയുടെ മുസ്നദിൽ ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണത്.
അവരാരും എന്ത് ചെയ്തില്ല, ഇങ്ങനെ ഒരു കിണർ ഞങ്ങളാരും നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? അവർക്കറിയാം അങ്ങനെ ഒരു കിണറുണ്ട്. എവിടുന്ന് മനസ്സിലായി അങ്ങനെ ഒരു കിണർ? അൽ മഫ്സൽ ഫീ താരീഖിൽ അറബി ഖബല അൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥം പറയുന്നു. അവിടെ വഖദ് ഇഹ്തഫറ അൽ യഹൂദു ആബാറ, ജൂതന്മാർ ഒരുപാട് കിണറുകൾ കുഴിച്ചു. കാനു യബിഊനൽ മാ മിൻഹാ ബിദ്ദലാ, അവർ ആ കിണറുകളിലെ വെള്ളം വിൽപ്പന നടത്താറുണ്ടായിരുന്നു. മിസ്ല ബീർ അറൂമ വകാനത് ലിയഹൂദി, ബീർ അറൂമ പോലെ അതൊരു യഹൂദിയുടേതായിരുന്നു. വഖദ് അമറ റസൂൽ ബിശിറായിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങാൻ പറഞ്ഞു. ഫസ്തറഹാ ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങി. വമിൻ ആബാരിൽ മദീന ബീർ ദർവാൻ, ആ മദീനയിലെ കിണറുകളിൽപ്പെട്ട ഒരു കിണറാണേത്? ബീർ ദർവാൻ. വഹിയൽ ബീറുല്ലത്തി യുകിറ ഇന്ന ലബീദ ബിനൽ അഅസം അൽ യഹൂദി സഹറ ബിഹ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിനുൽ അഅസം സിഹർ ചെയ്തത് ആ കിണറ്റിലാണ് എന്നാണ്. ഇനി ഇമാം സുയൂത്തിയുടെ ലുബ്ബുൽ ലുബാബ് ഫീ തഹ്രീറിൽ അൻസാബ് അതിൽ വിശദീകരിക്കുക അൽ ജൗആനിയ. ഏതാ ഈ ജൗആനിയ എന്ന് പറയുന്ന സ്ഥലം? അദ്ദേഹം പറയുന്നു ഇസ്മുൽ ലിൽ ബുഖയത്തിൽ ലതി ബിഹാ ബിർ ദർവാൻ അല്ലതി സുഹറ ബിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഫിൽ മദീനത്തിൽ മുനവ്വറ ഫീ ബിമനാസിൽ ബനൂ സുറൈഖ്, ബനി സുറൈഖ്. ബനൂ സുറൈഖ് ഗോത്രം താമസിച്ച മദീനയിലെ പ്രദേശം, ആ പ്രദേശത്താണ് എന്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്യപ്പെട്ട ബീർ ദർവാനുള്ളത്. ആരാ? സുയൂത്തി വിശദീകരിക്കുന്നു. ഇങ്ങനെ ചരിത്രം പറഞ്ഞ ഒരുപാട് കിതാബുകളിൽ ബീർ ദർവാനുണ്ട് എന്ന് പറയുന്നത് കാണാം. അപ്പൊ ആർക്കാ കുഴപ്പം? ബീർ ദർവാനാണോ കുഴപ്പം? പഠിക്കാത്ത ഇവർക്കാണോ കുഴപ്പം? ഇവര് പഠിച്ചില്ല എന്നുള്ളതാ കുഴപ്പം, ഇവര് പഠിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാ കുഴപ്പം. പഠിച്ചാൽ എന്താകും? മുജാഹിദുകൾ പറയുന്നത് ശരിയാന്ന് സമ്മതിക്കേണ്ടി വരും. അത് സമ്മതിക്കാൻ ഖിയാമത്ത് നാൾ വരെ ഇവരെ മനസ്സ് സമ്മതിക്കൂല. അതുകൊണ്ട് ഇല്ല എന്ന ആളുകളോട് പറയാൻ. ഇനി കേട്ടോളൂ വേറെ ഒരു ന്യായം ഈ വിഷയത്തിൽ പറയുന്നത്. ഇനിയും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അതിൽ. ബനൂ സുറൈഖ് എന്ന് പറയുന്ന ജൂതഗോത്രത്തിലെ ലബീദ് ഇബ്നു അഅസം എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സിഹർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഹദീസിൽ. എന്നാൽ അറബികളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ ആ ഉസം എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല. എന്നിട്ടല്ലേ അസമിന് ലബീദ് എന്ന് പറഞ്ഞ മകൻ ഉണ്ടാവുന്നത്? കേട്ടാൽ എന്താ വിചാരിക്കുക? കിതാബുകളൊക്കെ പരിശോധിച്ച് കൃത്യമായ പഠനം നടത്തി പറഞ്ഞതാന്നല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിക്കും. ഇത് ബുഖാരി ആലോചിച്ചില്ലേ? അസമ് എന്ന വാപ്പ ഉണ്ടോ? ആ വാപ്പാക്ക് ലബീദ് എന്ന മോനുണ്ടോ എന്ന് ഇമാം ബുഖാരി ആലോചിച്ചോ? ഇമാം മുസ്ലിം ആലോചിച്ചോ? എന്നിട്ട് അവരില്ലാന്ന് കണ്ടെത്തിയിട്ടാണോ ഇത് എഴുതിയത്? അങ്ങനെ ഒരു അയസമേ ജീവിച്ചിരിപ്പില്ല. ഇതിപ്പോ ഈ ഹിജ്റ 1500 ആകാനിരിക്കുന്ന ഇക്കാലത്ത് ഇവര് മർക്കസ് ദഅവയിലിരുന്ന് ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമല്ലല്ലോ. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? അഖീദയുടെ കിതാബുകളിൽ, ചരിത്രത്തിന്റെ കിതാബുകളിൽ ലബീദ് ബിൻ അഅസമിന്റെ പേര് രേഖപ്പെടുത്തുന്നു. എന്താ? ജഹ്മ് ബിൻ സഫ്വാൻ ഉണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ വ്യതിയാനത്തിന്റെ വക്താവായിരുന്നു ജഹ്ം. ആ ജഹ്മ്, അയാളെ പറ്റി പറയാ വൽ ജഹ്ം ഖദ് അഹദഹു അനിൽ ജഅദ് ബിൻ ദിർഹം, ജഅദ് ബിൻ ദിർഹമിൽ നിന്നാണ് ജഹ്മ് തന്റെ വികലമായ വിശ്വാസം സ്വീകരിച്ചത്. ആ ജഅദിനെയാണ് ഇസ്ലാമിക ഭരണാധികാരി ബലിപെരുന്നാളിന്റെ അന്ന് കൊണ്ട് അറുത്ത് കളഞ്ഞത്, ബലിയറുത്ത് കളഞ്ഞത്. കാരണം ഈ ഫിത്ന ഉണ്ടാക്കിയപ്പോ ഞാനിതാ ജഅദിനെയാണ് ബലിയെറുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരി ജഅദിനെ അറുത്ത് കളഞ്ഞു, കൊന്നുകളഞ്ഞു. ആ ജഅദിൽ നിന്നാണ് ജഹ്മ് വികലമായ വിശ്വാസം സ്വീകരിച്ചത്. ആ ജഹ്മാകട്ടെ അബ്ബാൻ ബിൻ സമആൻ, അബ്ബാൻ ബിൻ സമആൻ എന്ന് പറയുന്ന ആളിൽ നിന്നാണ്. ആ അബ്ബാൻ ബിൻ സമആൻ ആരിൽ നിന്നാണ് ഈ വികലമായ വിശ്വാസം സ്വീകരിച്ചത്? അൻ ത്വാലൂത്ത്, ത്വാലൂത്ത് എന്ന് പറയുന്ന ആളിൽ നിന്നാണ്. ആരാണ് ഈ ത്വാലൂത്ത്? ഇബ്നു ഉഖ്തി ലബീദ് ബിൻ അൽ അഅസം, ലബീദ് ബിൻ അൽ അഅസമിന്റെ സഹോദരീ പുത്രനാണ്. അപ്പൊ ലബീദ് ബിൻ അഅസം ഉണ്ടോ? ലബീദ് ബിൻ അഅസം ഉണ്ട്. അഅസം എന്ന് പറഞ്ഞ വാപ്പ ഉണ്ടോ? അഅസം എന്ന് പറഞ്ഞ വാപ്പ ഉണ്ട്. ആ വാപ്പാക്ക് ലബീദ് എന്ന് പറഞ്ഞ മോനുണ്ടോ? ലബീദ് എന്ന് പറഞ്ഞ മോൻ മാത്രമല്ല, ഒരു മോളും ഉണ്ട്. എന്നിട്ട് ഈ മല്ലാക്കമാര് പറയാ അഅസം എന്ന് പറഞ്ഞ ഒരാളെ ജീവിച്ചിരുന്നിട്ടില്ല. ഏതായി അഅസം? ആ അഅസമിനെ പറ്റിയാണ് പണ്ഡിതന്മാർ പറയുന്നത്
അൻ ഖാലിഹി ലബീദ്, ഈ അഅസം ഇത് സ്വീകരിച്ചത് തന്റെ അമ്മാവനായ ലബീദിനെ പറ്റിയാണ്. വഹാദിഹി സിൽസില യഹൂദിയ ലഹാ സവാബിഖ് ഫീ മുഹാറബത്തിൽ ഇസ്ലാം, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച യഹൂദി പരമ്പരയാണിത്. ആ യഹൂദി പരമ്പരയിൽപ്പെട്ട ലബീദ് ഇബ്നുൽ അഅസം ഇവിടെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ യഹൂദികളിൽ നിന്ന് അച്ചാരം വാങ്ങി ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒബാമയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട്, അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്ലാമിക വസ്ത്രധാരണ രീതി പോലും അറിയാത്ത പെണ്ണിനെ കൊണ്ടുവന്ന് കേരളത്തിലെ പർദ്ദ ധരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ജൂതന്മാരുടെ പിൻഗാമികൾക്ക് ലബീദിനെ നിഷേധിക്കണം, ലബീദ് ഇബ്നുൽ അഅസമിനെ നിഷേധിക്കണം, അയാളുടെ അസ്തിത്വത്തെ നിഷേധിക്കണം. പക്ഷേ ഈ സമുദായത്തിൽ ജീവിച്ച ജൂതന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ജൂതന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിച്ച മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ ഭൂമി മലയാളത്തിൽ അവശേഷിക്കുന്ന കാലത്തോളം ഹുസൈൻ മടവൂരല്ല, CP ഉമർ സുല്ലമിയല്ല, അബ്ദുസ്സലാം സുല്ലമിയല്ല, അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും തെരുവുകളിൽ വിളിച്ചു പറയുന്ന ചില കുട്ടിപ്പട്ടാളങ്ങളല്ല. ആര് പറഞ്ഞാലും ആ ചരിത്ര സത്യം ഇവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. സിഹിർ ഒരുപാട് കാലത്തെ പഴക്കമുള്ള ക്രിയയാണ് ആഭിചാരക്രിയ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമുക്ക് വളരെ കൃത്യമായി ഈ ആഭിചാരക്രിയക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന, അത് പഠിപ്പിച്ചിരുന്ന, അതിന്റെ പ്രചാരകരും പ്രബോധകരുമായിരുന്ന ശപിക്കപ്പെട്ട വിഭാഗമായ ഇസ്രായേലിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പല രൂപത്തിലുള്ള കാര്യങ്ങളും അവർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഭാര്യാഭർത്താക്കളെ തമ്മിൽ പണക്കാൻ, അതുപോലെ തന്നെ പലർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, പലർക്കും പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഏൽപ്പിക്കാൻ സിഹിർ ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട്. ഒരുപാട് കാലമായി ജൂതന്മാരാണ് അതിന്റെ നേതാക്കന്മാർ. ആ ജൂത പാരമ്പര്യം ഏറ്റെടുത്ത മാപ്പിളമാർ ഈ സമുദായത്തിലുണ്ട്. അവരും സാഹിറന്മാരാണ്. അവർക്ക് സിഹിർ ചെയ്യാൻ ചില പ്രത്യേക കിതാബുകളുണ്ട്. തൊൽസമാത്തിന്റെ ഗ്രന്ഥങ്ങൾ, ഇസ്മിന്റെ പണിക്കാരെന്ന പേരിട്ടുകൊണ്ട് അറബി പേരിൽ അറിയപ്പെടുന്ന അറബി ജ്യോതിഷികൾ എന്ന് പറയുന്ന വെള്ളപ്പിശാചുക്കൾ, അറബി ജ്യോതിഷികൾ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അക്ഷരങ്ങൾക്ക് മൂല്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിന് മൂല്യങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് കള്ളികൾ ഉണ്ടാക്കി കോഴിമുട്ടയിൽ, കരിക്കിൽ, പാത്രത്തിൽ, ഇലകളിൽ, അതുപോലെ തന്നെ മനുഷ്യൻ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ, അങ്ങനെ പലതിലും ഈ രൂപത്തിലുള്ള ആഭിചാര ക്രിയകൾ നടത്തിക്കൊണ്ട് മനുഷ്യന്റെ ധനത്തെ പോക്കറ്റടിക്കുന്ന, അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആഭിചാരകന്മാർ, ഈ രൂപത്തിലുള്ള മാരണം പ്രവർത്തിക്കുന്നവർ, കൂടോത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള സർവരും ചെകുത്താന്റെ ആളുകളാകുന്നു. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ചെകുത്താൻ സേവയും ചെകുത്താനോടുള്ള നേരിട്ടുള്ള പ്രാർത്ഥനകളും ചെകുത്താനോടുള്ള സഹായാഭ്യർത്ഥനകളുമൊക്കെയാണ് കൂട്ടിക്കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന സർവ്വ വൃത്തികേടുകളും അത് കുഫ്റാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മഹാപാപങ്ങളായി എണ്ണിയ വൻപാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബുസ് സബ്അൽ മുബിഖാത്ത്, നിങ്ങളുടെ സർവ്വ കാര്യങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, അമലുകളെ ദുർബലപ്പെടുത്തി കളയുന്ന, നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുന്ന പാപങ്ങളെ നിങ്ങൾ വർജിക്കണേ. അത് വർജിക്കണം. ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി അശ്ശിർക്കു, ശിർക്കാണത്. ശിർക്ക് മനുഷ്യൻ ആകെ അവതാളത്തിലാക്കും, എല്ലാ അപകടത്തിലാവും. അത് കഴിഞ്ഞ ഉടനെ എണ്ണിയതാ സിഹിറു, സിഹിറ, സിഹിർ ചെയ്യുക, മാരണം ചെയ്യുക, അത് ചെയ്യാനേ പാടില്ല. അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് ഒരു മനുഷ്യൻ ഏർപ്പെടാനേ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ലബീദ് ഇബ്നുൽ അഅസം എന്ന ജൂതനും അവന്റെ സഹോദരിമാരും കൂടി ആഭിചാരക്രിയകൾ നടത്തിയെന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പമാത്രം ഒരു ശാരീരികമായ അസ്വസ്ഥത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതിന്റെ പേരിൽ ഉണ്ടായി എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. പല ആളുകളും സഹീഹുൽ ബുഖാരിയിൽ പോലും കളവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന പ്രസിദ്ധമായ സഹീഹിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സമാഹാരമായ സഹീഹുൽ ബുഖാരിയെ പോലും തള്ളിക്കളയാനും അത്തരത്തിലുള്ള ഹദീസുകളെ പോലും നിഷേധിക്കുവാനും
ഭ്രഷ്ടരാകുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ള സംഭവമാണിത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ശാരീരികമായി അവിടത്തേക്ക് രോഗമുണ്ടായിട്ടുണ്ട്, ശാരീരികമായ കാരണങ്ങളാൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ജൂതന്റെ സിഹിർ മുഖേനയും പ്രവാചകന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നീ അധ്യായങ്ങളിലൂടെ ആ അവതരണത്തോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവിടുന്ന് മോചിതനായി. അത് അവിടുത്തെ വഹീനെ ബാധിച്ചിട്ടില്ല, അവിടുത്തെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല. കേവലം അവിടുത്തേക്കുണ്ടായ ഏതാനും സമയത്തേക്കുണ്ടായ ഒരു അസ്വസ്ഥതകൾ മാത്രം. സിഹിറിന്റെ ഗൗരവമാണത് പഠിപ്പിക്കുന്നത്, സിഹിറിന്റെ ഗൗരവമാണത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിലുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെടുന്ന ആളുകളെ ആട്ടിയോടിക്കേണ്ടതുണ്ട്, അവരെ അകറ്റി നിർത്തേണ്ടതുണ്ട്. എന്ന് മാത്രം. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിഷ്പക്ഷരായ ചില ആളുകൾ അതൊരു തെറ്റിദ്ധാരണയിൽ അകപ്പെടും എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. ഒന്ന്, ജിന്ന്, പിശാച്, സിഹിർ വിഷയങ്ങളിൽ ചില പ്രാസംഗികന്മാർക്ക് അബദ്ധങ്ങൾ പറ്റി തിരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളെ നോട്ടീസിൽ കാണും. ഏതൊക്കെ പണ്ഡിതന്മാർക്ക് എന്തൊക്കെയാണ് അബദ്ധങ്ങൾ പറ്റിയത് എന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. മൗലവി ശംസുദ്ദീൻ പാലത്തിനാണ് അബദ്ധങ്ങൾ പറ്റിയത്. അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. ആ അബദ്ധങ്ങൾ ഉള്ള CD, അതായത് മുഖ്യ ശത്രു എന്ന സംവാദം കാസറ്റ് ഇറക്കിയ CD, സംവാദം കാസറ്റുകാര് പിൻവലിക്കുകയും ചെയ്തു. മാത്രമല്ല വിചിന്തനത്തിൽ അത് സംബന്ധമായി വ്യക്തമായി തന്നെ ഒരു പരസ്യവും കൊടുത്തത് നിങ്ങൾ വായിച്ചു കാണും. പിന്നെ എന്തൊക്കെയാണ് തിരുത്തിയത്? അത് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം പറഞ്ഞതും വ്യക്തമാക്കിയതുമാണ്. എങ്കിലും ഞാൻ ചില സൂചനകളിലൂടെ അതിന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. മുസ്ലിം ജിന്നുകൾ മുസ്ലിമുകളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ജിന്നിന്റെ സപ്പോർട്ട് കിട്ടാൻ നമ്മൾ മുസ്ലിമായി ജീവിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ചിലപ്പോ വാഹന അപകടങ്ങളിൽ നിന്നൊക്കെ ഒരു വാഹനം നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മളെ പെട്ടെന്ന് തള്ളി മാറ്റിയതുപോലെ തോന്നും, അതൊരു മുസ്ലിം ജിന്നായിരിക്കും. ചിലപ്പോൾ ആ മുസ്ലിം ജിന്നെ നമ്മൾ സുബൈക്ക് വിളിച്ചുണർത്തിയെന്ന് വരാം. ഇങ്ങനെ ഒരു വാദം അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഷെയ്ഖ് ഉസൈമീന്റെ വാദമാണ്. ഷെയ്ഖ് ഉസൈമീൻ സൗദി അറേബ്യയിൽ അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റേതാണ് അത്, അദ്ദേഹത്തിന്റെ വാദമാണ് അത് എന്ന് ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിൽ MI സുല്ലമി തന്നെ എഴുതിയിട്ടുണ്ട്. സുബൈക്ക് വിളിച്ചുണർത്തുന്നു, മുസ്ലിം ജിന്നുകളുടെ സഹായം കിട്ടുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ നിഗമനം ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ ഹദീസ് അറിയോ? എല്ലാവരുടെ കൂടെയും ഒരു ജിന്നിൽപ്പെട്ട കരീനും മലക്കിൽപ്പെട്ട കരീനും ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ നിങ്ങളെ കൂടെയുണ്ട്, എന്റെ കൂടെയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെയുള്ള കരീനൊരു വിശേഷമുണ്ട്, ആ കരീൻ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, അവൻ എന്നോട് നല്ലതല്ലാതെ കൽപ്പിക്കുകയില്ല. ഇത് നബിക്ക് മാത്രം ഖാസാണെന്നാണ് ബഹുഭൂരിഭാഗം മുഹദ്ദിസുകളും പറയുന്നത്. എന്നാൽ ഇത് മറ്റുള്ള സാലിഹീങ്ങൾക്കും ഇങ്ങനെ ആകാം. ആ കരീനെ ആ കരീൻ കീഴ്പ്പെടുകയും ഇയാളോട് നല്ലത് മാത്രം കൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടുന്നില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്നു ഉസൈമീൻ ഇത് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ തെളിവുകൾ ഇതിൽ ബലപ്പെട്ട ഒരു രേഖയായി കാണാത്തതുകൊണ്ട് ശംസുദ്ദീൻ പാലത്ത് അത് തിരുത്തി. അപ്പൊ വാഹന അപകടങ്ങളിൽ നിന്ന് ജിന്ന് രക്ഷിക്കുമെന്നതും മുസ്ലിം ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്നതും മുസ്ലിം ജിന്ന് സുബഹിക്ക് വിളിച്ചുണർത്തുമെന്ന് പറയുന്നതും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിന്ന് മനുഷ്യനിൽ നിന്ന് വിവാഹം കഴിക്കുമോ, മനുഷ്യനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ജിന്നിന് കഴിയുമോ എന്ന കാര്യം പല ഗ്രന്ഥങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് തെളിവുകൾ പ്രാമാണികമായി സമർത്ഥിക്കാൻ കഴിയാത്ത ഒരു വാദമായതുകൊണ്ട് അദ്ദേഹം അതും തിരുത്തിയിട്ടുണ്ട്. ജിന്ന് മനുഷ്യന് വിവാഹം കഴിക്കുകയോ എന്നിട്ട് ജിന്നിന് മനുഷ്യന് സന്താനങ്ങൾ ജനിക്കുകയോ ചെയ്യുമെന്ന വാദം അത് പ്രാമാണികമായി തെളിയിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വടി വീശുകയോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എറിയുകയോ ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് നമ്മൾ കാണാത്ത ഒരു ജിന്നുണ്ടെങ്കിൽ അതിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അതും ഒന്ന് നമുക്കത് പ്രായോഗികമാക്കാൻ പറ്റിയ കാര്യമല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, നമ്മുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നമുക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ജിന്ന് കാണാത്ത സിദ്ധി ആയതുകൊണ്ട് എന്തെങ്കിലും സാധനം എടുത്തിടുമ്പോ അതിന്റെ ദേഹത്ത് തട്ടുമോ എന്ന് സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുർആനോ പറഞ്ഞിട്ടില്ലാത്തതിനാൽ ആ കാര്യം അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ചുടുവെള്ളം ഒഴിക്കുമ്പോഴോ തേങ്ങ ഇടുമ്പോഴോ മേശ നീക്കുമ്പോഴോ അതിന്റെ ഇടയിലൊക്കെ ജിന്ന് കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ടല്ലോ. അത് ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞതല്ല, അത് ഡോക്ടർ സുബൈറാണിത് പറഞ്ഞത്. അത് അദ്ദേഹം KNMന്റെ ആരുമല്ല. മാത്രമല്ല സാൽവേഷനോടനുബന്ധിച്ച് ഇവരുടെ നോട്ടീസിന് ഞാൻ എഴുതിയ മറുപടിയിൽ ജിന്നും സിഹറും മടവൂരികളുടെ ദുഷ്പ്രചരണവും എന്നതിൽ ഞാനത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്.
ജിന്നുകൾ എന്തുകൊണ്ടാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്ന് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ചിലപ്പോൾ ജിന്ന് മനുഷ്യരത്തിൽ കയറി കൂടുന്നത് സ്നേഹം തോന്നിയത് കൊണ്ടാവാം, ചിലപ്പോൾ അതിനെ ഉപദ്രവിച്ചതിന്റെ പ്രതികാരമായിട്ടായിരിക്കാം. എന്തുകൊണ്ടൊക്കെ പ്രതികാരം ചെയ്യാം, നമ്മൾ അറിയാതെ ചിലപ്പോൾ അതിനെ ഉപദ്രവിച്ചു കാണും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഉപദ്രവത്തിന് ഡോക്ടർ സുബൈർ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എന്തെങ്കിലും ഫർണിച്ചർ നീക്കുമ്പോഴോ വെള്ളം ചുടുവെള്ളം ഒഴിക്കുമ്പോഴോ മൂത്രം ഒഴിക്കുമ്പോഴോ അതിന്റെ ദേഹത്തായിട്ടുണ്ടാവും. ഇതെല്ലാം ശൈഖുൽ ഇസ്ലാമിന്റെ നിഗമനമാണ്. അള്ളാഹുവോ റസൂലോ നമ്മളോട് പറഞ്ഞിട്ടില്ല നമുക്ക് അനുവദിച്ചു കിട്ടിയ സ്ഥലത്ത് ഹലാലായ എന്ത് പ്രവൃത്തി നമുക്ക് ചെയ്യാം. അത് ജിന്നിന് പരിക്കേൽക്കുമെന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു റസൂലും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ശൈഖുൽ ഇസ്ലാമിന്റെ നിഗമനത്തെയും ഡോക്ടർ സുബൈറിന്റെ നിഗമനത്തെയും നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് ആ മറുപടിയിൽ ഞാൻ എഴുതിയ മറുപടി 5 രൂപയുടെ ആ പുസ്തകത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അതുപോലെ തന്നെ തീപിടുത്തത്തിൽ ചിലപ്പോൾ കപ്പൽ മുങ്ങുമ്പോഴും തീ പിടിക്കുമ്പോഴൊക്കെ ജിന്നുകൾ മരിക്കാനിടയാകുമെന്ന് ശൈഖുൽ ഇസ്ലാമിന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതും ഡോക്ടർ ശംസുദ്ദീൻ ബാൽത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ ചില ആളുകൾ പറഞ്ഞല്ലോ അദ്ദേഹം ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ആ പ്രസംഗം തുടങ്ങിയത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പ്രസംഗിച്ച അബ്ദുൽ ലത്തീഫ് കരിമ്പരാക്കൽ തന്നെ പറഞ്ഞു, ആലമുൽ ജിന്നി വശയാത്തീൻ എന്ന ഡോക്ടർ ഉമർ സുലൈമാൻ ലഷ്കറിന്റെ പുസ്തകമാണ് ശംസുദ്ദീന്റെ അവലംബം. അത് ശരിയാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും മറ്റുമൊക്കെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്യുന്നിടത്ത് അവരുടെ പ്രമാണങ്ങൾ ഈ പറയുന്ന അവരുടെ വാദത്തെ വ്യക്തമായി സാധൂകരിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കാത്തതുകൊണ്ട് മുതിർന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹം അത് തിരുത്തി. അപ്പൊ തീപിടുത്തത്തിൽ ജിന്ന് മരിച്ചേക്കാം, കപ്പലിൽ വെച്ചിട്ട് കപ്പൽ മുങ്ങുമ്പോൾ ജിന്ന് മരിച്ചേക്കാം എന്ന എഴുതിയതും എന്ന് പ്രസംഗിച്ചതും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ കുറെ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം, എല്ലാ രോഗങ്ങൾക്കും ഒരു കാരണം ശൈത്താനായിരിക്കും. ജലദോഷാകട്ടെ പനിയാകട്ടെ എന്ത് രോഗം ഉണ്ടെങ്കിലും അതിന് പല ഭൗതിക കാരണങ്ങളുണ്ടാവും, ഒരു കാരണം ശൈത്താനായിരിക്കും. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം തിരുത്തി. കാരണം അദ്ദേഹം പറയേണ്ടത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഏത് രോഗവും ചിലപ്പോൾ പിശാച് മുഖേന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോ ഇങ്ങനെ എല്ലാ രോഗത്തിലും ഒരു കാരണം ശൈത്താനായിരിക്കും. അതുകൊണ്ട് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ കരിമ്പിലാക്കലിന്റെ പ്രസംഗത്തിന്റെ മുക്കാഭാഗവും മറുപടിയായി. കാരണം ആകപ്പാടെ ഇവിടെ പ്രസംഗിച്ച ഇതാ വാഹനാപകടത്തിന് രക്ഷപ്പെടുത്തുന്ന ക്ലിപ്പുണ്ടിടുക, എന്നിട്ട് ഇങ്ങനെ അല്ലേ എന്നത് അദ്ദേഹം തിരുത്തിയെന്ന് ഈ കരിമ്പിലാക്കലിന് പറയാ, സംഘടിപ്പിച്ചോൽക്കും അറിയാം. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വ്രണം കാട്ടി പൈസ വിരിച്ച് ജീവിക്കണോന്റെ മാതിരി തിരുത്തിയാ പിന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ പ്രസംഗിക്കും. കണ്ടോ നിങ്ങൾ, തിരുത്തി എന്ന് ഇവിടെ മൈക്ക് കെട്ടി നാട്ടുകാരൊക്കെ നമ്മൾ അറിയിച്ചല്ലോ. എന്നാലും അത് വെച്ചിട്ട് ഇവര് മണിക്കൂറുകൾ പ്രസംഗിക്കും. കാരണം അവർക്ക് നിലനിൽപ്പാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുക എന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്വഭാവമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് 2 അഭിപ്രായങ്ങളുണ്ട്, ഖൗലുൻ ഖദീം ഖൗലുൻ ജദീദ്, പഴയ അഭിപ്രായവും പുതിയ അഭിപ്രായവും. എങ്ങനെയതുണ്ടായത്? അദ്ദേഹം ആദ്യം പഠനം നടത്തിയിട്ട് കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വീണ്ടും പഠനം നടത്തിയപ്പോൾ പഴയ പല അഭിപ്രായങ്ങളും പ്രാമാണികമായി തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് തിരുത്തി. ഇമാം ഷാഫി ആരും പരിഹസിച്ചില്ല. കണ്ടോ ഇന്നലെ ഒന്ന് പറഞ്ഞു ഇന്നൊന്ന് പറഞ്ഞു, മുനാഫിക്കിന്റെ സ്വഭാവമല്ലേ, നർമാരല്ലേ എന്നൊന്നും ആരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ വിനയമായിട്ട് ചരിത്രത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഈ സ്വഭാവം ശംസുദ്ദീൻ പാലത്ത് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ടും അദ്ദേഹത്തെ കുത്തിപ്പറയുകയും അദ്ദേഹത്തെ അങ്ങേയറ്റം മോശമായി പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇയ്യാകും വഅസ്ഹാബർ റഈ, അഭിപ്രായത്തിന്റെ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. പ്രമാണങ്ങളെക്കാളേറെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെ സൂക്ഷിക്കണം. ഫഇന്നഹും അഅദാഉസ് സുന്ന, അവർ ഇസ്ലാമിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന്റെ ശത്രുക്കളാണ്. ഹദീസുകൾ മനഃപ്പാടമാക്കാനും പഠിക്കാനും അവർക്ക് കഴിയാതെ പോയി. അവർ സ്വന്തം അഭിപ്രായം അനുസരിച്ച് മതത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. അവർ പിഴച്ചു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസ്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ള സ്വഭാവമല്ല. സാക്ഷാൽ ഹുസൈൻ മടവൂരിനോട് ഞാനൊരിക്കൽ സംസാരിച്ചപ്പോ ഹദീസിന്റെ കാര്യത്തിൽ കുറെ സഹീം ലൈഫൊക്കെ കെട്ടുപടഞ്ഞ് നമ്മുടെ ആളുകൾ തന്നെ പല ദുർബല ഹദീസുകളൊക്കെ ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, സക്കരിയ അതൊരു ബഹറാണ്, അതിൽ കുറെ സഹീണ്ട് ലൈഫുണ്ട്. നമ്മള് ഖുർആനും പിന്നെ നമ്മക്കൊരു ബുദ്ധി ഉണ്ടല്ലോ, അതനുസരിച്ച് അങ്ങ് പറഞ്ഞാൽ മതി. അത് ആ ബഹറിലേക്ക് നമ്മൾ ഇറങ്ങാതിരിക്കാൻ നല്ലത്. എങ്ങനെയുണ്ട്? അതാപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ക്ലാസ്സിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ആയത്തിന്റെ കഷ്ടം പഠിക്കും, പിന്നെ ഓന്റെ ബുദ്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അതൊക്കെ ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്. ഹജറുൽ അസ്വദിനെ ചുംബിച്ചപ്പോ
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത കല്ല്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല. ഹജറിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതാ. അപ്പൊ അവിടെ ബുദ്ധിക്ക് ഒരു സ്ഥാനമില്ല. ഹജ്ജിന് പോണം, ബുദ്ധി ജിദ്ദയിൽ വെച്ച് കൊണ്ടുവരും. കാരണം എന്താ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞതിന് അനുകരിക്കല്ലാതെ അവിടെ യാതൊന്നുമില്ല. കഅബത്തിന് വലമ്പക്കലല്ല, ചെന്നോക്കുമ്പോ ഇടമ്പക്കല. എന്നിട്ടോ ഒരു തുണിയും ഒരു പൊതയും മാത്രം. ഷഡ്ഡി പാടില്ല, ബനിയം പാടില്ല, പുരുഷന്മാർക്ക് അങ്ങനെയാണ്. മാത്രല്ല ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ നഖെടുക്കാൻ പാടില്ല, മുടിയെടുക്കാൻ പാടില്ല, അങ്ങനെയാണ്. എന്താ അങ്ങനെ? അങ്ങനെയാണ് റസൂല് പഠിപ്പിച്ചത്. അവിടെ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. റസൂൽ എന്താ കാണിച്ചത്? അത് അപ്രകാരം അനുകരിക്കുകയല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. ആദ്യം ചെല്ലുന്ന തവാഫിന് നിങ്ങൾ ഈ പൊതച്ച തുണി വലത്തേ ചുമല് വെളിവാക്കിയിട്ട് ഇങ്ങനെ നടത്തണം. എന്നിട്ട് ആദ്യത്തെ 3 റൗണ്ടിൽ നിന്ന് കുലുങ്ങി കുലുങ്ങി ഓടണം. നാ ഓട്ടല്ല, നാ നടത്തല്ല, റമല് എന്നാ പറയാം. എന്തിനാ അത്? ആദ്യം റസൂലും സഹാബത്തും ഹജ്ജ് ചെയ്യാൻ വന്നപ്പോ മദീനത്ത് പോയിട്ട് വല്ലാതെ ക്ഷീണിച്ചല്ലോ റസൂലും മുഹമ്മദും സഹാബികളൊക്കെ എന്ന് ഖുറൈശികൾ പറയാതിരിക്കാനാണ് ഞങ്ങളത് തുടങ്ങിയതെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഞങ്ങളത് ഉപേക്ഷിക്കുന്നതല്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറ്റു സഹാബികളും പറഞ്ഞത് സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്നും അത് മനാസിക്കിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇന്നും അത് നമുക്ക് സുന്നത്താണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് ദീൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് തള്ളിക്കളയേണ്ടി വരും. ശവം തിന്നുന്നതിനെ പറ്റി അവിടുത്തെ യഹൂദികളും മുശ്രിക്കുകളും പറഞ്ഞ ഞാൻ എന്തായിരുന്നു? എന്താ മുസ്ലിങ്ങളെ അവസ്ഥ? അവര് കൊന്നത് തിന്നും, അതായത് അർത്ഥത്. അള്ളാഹു കൊന്നതൊട്ട് തിന്നൂല്ല. അള്ളാഹു കൊന്നതേതാ? ചത്തത്. നല്ല യുക്തിയാണ്. ഇപ്പൊ അള്ളാഹിനെക്കാളും എന്താ വരും? കേട്ടാ നല്ല യുക്തിയാണല്ലോ, അല്ലേ? പക്ഷെ ആ യുക്തിവാദം സ്വീകരിച്ചില്ല. ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ പറഞ്ഞ യുക്തിവാദമായിരുന്നു. ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദം മണ്ണുകൊണ്ടും. തീയാൽ സൃഷ്ടിക്കപ്പെട്ട ആള് മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആൾക്ക് സുജൂദ് ചെയ്യുന്നതിൽ എന്ത് യുക്തിയുള്ളത് എന്നാ ചോദിച്ചേ, അല്ലേ? പുറത്തു പോകാനാ പറഞ്ഞവനോട്. അവന്റെ യുക്തിവാദത്തിന് മറുപടി ഇല്ല, പോടുന്നു ശപിക്കപ്പെട്ടവനെ. അപ്പൊ ആ യുക്തിവാദം വന്നു തുടങ്ങിയതാ. എന്ന് മാത്രല്ല സുഹൃത്തുക്കളെ, ഇപ്പോ ആർത്തവകാലത്തുള്ള നിസ്കാരം അത് കലാ വീട്ടേണ്ടതില്ലല്ലോ. നോമ്പ് കലാ വീട്ടും വേണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് ഒരു പെണ്ണ് ചോദിച്ചു, എന്താ ഉമ്മ അങ്ങനെ? നോമ്പ് കലാ വീട്ടുകയാണെങ്കിൽ നിസ്കാരം കലാ വീട്ടണ്ടേ? അപ്പൊ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹറൂറിയത്തുൻ അന്തി, നീ ഹറൂറിയ വാദക്കാരിയാണോ? ഹറൂറിയത്ത് പറഞ്ഞ ഖവാരിജികളാണ്. ഖവാരിജികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്, നിസ്കാരം കലാ വീട്ടണമെന്ന്. കേട്ടോ? കാരണം ചില വാദങ്ങൾ കേട്ടാ നമ്മൾ ചോദിക്കുമല്ലോ, എന്താണ് ഇഖ്വാനിയ, എന്താടാ ഖുറാഫിയ? വാദം കേൾക്കുമ്പോ നമുക്ക് തിരിയല്ലോ. ആ ചോദ്യം അന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചതാ. നീ ഖവാരിജിയാണടി, കാരണം ഖവാരിജികൾക്ക് അങ്ങനെ വാദമുണ്ടല്ലോ. അപ്പൊ ആ ചോദ്യം അങ്ങ് തുടങ്ങിയതാ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അള്ളാന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ജീവിക്കുമ്പോ ഞങ്ങൾക്ക് ആർത്തവം ഉണ്ടാകാറുണ്ട്. നിസ്കാരം കലാ വിട്ടാൻ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, നോമ്പ് കലാ വിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ അടിസ്ഥാനം. എന്റെ യുക്തിക്ക് അവിടെ സ്ഥാനമല്ല. അതുകൊണ്ടാണ് സലഫികൾ പറയുന്നത്, ഇതാ വറദൽ നഖൽ ബതലൽ അഖൽ, പ്രമാണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിക്ക് സ്ഥാനമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ ആയത്തുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾ പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിലെ തന്നെ ചില വിവരദോഷികൾ പറയുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് ദർഉ തആറുൽ ബൈനൽ അഖ്ലി വൻ നഖൽ, ബുദ്ധിയും പ്രമാണവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പ്രതിരോധിക്കൽ എന്ന 9 വാല്യം പുസ്തകം രചിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ അതുണ്ട്. ആർക്കെങ്കിലും ആവശ്യപ്പെട്ട് നോക്കാൻ ലഭിക്കുന്നതാണ്. അപ്പൊ അത്രയും വലിയ സേവനങ്ങൾ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം തഹാവിയുടെ മുശ്കിലുൽ ആഥാർ, ഇമാം ഇബ്നു ഖുതൈബയുടെ തഅ്വീൽ മുഖ്തലഫിൽ ഹദീസ്, ഇതെല്ലാം മുൻഗാമികൾ രചിച്ചത് ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല, പ്രത്യക്ഷത്തിൽ നമുക്ക് വൈരുദ്ധ്യം തോന്നുകയാണ് എന്ന് മാത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഇപ്പൊ സുഹൃത്തുക്കളെ, സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ പോലും ആളുകൾക്കിടയിലിട്ട് പുച്ഛിക്കുന്ന ആ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ബുഖാരിയിലൊക്കെ ബാറോലല്ലേ, ബുഖാരി എന്ന് പറയാൻ കൂടി ഒരു വയ്യ, എഴുതാൻ പിന്നല്ലേ. സഹീഹുൽ ബുഖാരിയുടെ സാധനം കണ്ടിട്ടുമല്ലോ, ഓൻ പറഞ്ഞേർക്കാം ഇതിലൊക്കെ വാറോലി ഉണ്ടല്ലോ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പഴയകാല നേതാക്കൾ സഹീഹുൽ ബുഖാരിക്ക് കൽപ്പിച്ചിരുന്ന മഹത്വം എന്തായിരുന്നുവെന്ന് പഴയകാല അൽമനാറുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴൊക്കെ പറയണ്ടല്ലോ, കെ എം മൗലവിയുടെ കാലത്തുള്ള ഇസ്ലാഹി പ്രസ്ഥാനം അതാണ് ഞങ്ങളുടേത്, അതുപോലെ ആദ്യകാലത്ത് ഇ കെ മൗലവിന്റെ കാലത്തുള്ള ഇസ്ലാഹി പ്രസ്ഥാനം അതാണ് ഞങ്ങളുടേത് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടുള്ള സമീപനം പൂർവ്വകാല ഇസ്ലാഹി പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, 1971 ഒക്ടോബറിൽ സഹീഹുൽ ബുഖാരി സ്ഥിരപ്പെട്ട നബിവചനങ്ങളുടെ വിലപ്പെട്ട സമാഹാരം
അതിൽ പറയാണ്, സഹീഹുൽ ബുഖാരിയുടെ സ്വീകാര്യതയും പാവനത്വവും അംഗീകരിക്കാത്ത ഒരൊറ്റ പണ്ഡിതനും മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. 6 ലക്ഷം പരമ്പരകൾ മുഖേന ലഭിച്ച ആയിരക്കണക്കിന് നബിവചനങ്ങളിൽ നിന്ന് കടഞ്ഞെടുക്കപ്പെട്ട സഹീഹായ 7000-ൽ പരം പ്രവാചക വചനങ്ങളാണ് സഹീഹുൽ ബുഖാരി ഉൾക്കൊള്ളുന്നത്. ഇമാം ബുഖാരി തന്നെ വ്യക്തമാക്കുന്നു, തന്റെ നിഷ്കൃഷ്ടമായ ഉപാധികൾ അനുസരിച്ച് സഹിയാണെന്ന് ഉറപ്പുള്ളതല്ലാത്ത ഒറ്റ ഹദീസും ഈ സമാഹാരത്തിലില്ല. ചില സഹിഹായവ തന്നെ നിബന്ധനകളോട് നീതി പുലർത്താത്തത് കാരണം വിട്ടുകളയുകയാണ് ഉണ്ടായത്. തിരുത്തൽവാദികൾ ഇവിടെയും സഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊന്തി വന്നവ. യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തെല്ലാം തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ നൊടിഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ വാസ്തവത്തിൽ മറുപടിയെ അർഹിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ സഹീഹുൽ ബുഖാരിയെ പറ്റിയുള്ള ആക്ഷേപങ്ങളും പെടുത്താം. തന്റെ ചില നിഗമനങ്ങളോട് വിയോജിച്ചതിനാൽ മാത്രം സഹീഹുൽ ബുഖാരി തോട്ടിലെറിയുന്നവരെ നാടുകളെ നാക്കിട്ടടിച്ച് നടക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം യുക്തിയാകുന്ന മാനദണ്ഡം വെച്ചളന്ന് സഹീഹുൽ ബുഖാരി ഒട്ടേറെ ഹദീസുകളെ തള്ളിക്കളഞ്ഞ് ആ മഹത്വത്തെ ഒട്ടുമുക്കാലും വെട്ടിച്ചുരുക്കി അലങ്കോലപ്പെടുത്തിയവരും കുറവല്ല. അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട അത്തരം ചില വിവരക്കേടുകളെ പറ്റി സാന്ദർഭികമായി സംസാരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മുഴുവൻ വായിക്കല്ല. ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന കേരളത്തിലെ മുജാഹിദുകൾക്കിടയിലെ മുഹദ്ദിസായിരുന്ന അദ്ദേഹമാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. 71 ഒക്ടോബറിൽ. ഇതാ സഹീഹുൽ ബുഖാരിയിൽ നിർമ്മിത ഹദീസുകളോ അൽമനാറിന്റെ ഒരു ഹെഡിങ് എന്നതാ 71 ഡിസംബർ 5. എന്നിട്ട് CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയ്ക്ക് വ്യക്തമായ ഖണ്ഡനമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആ കാലഘട്ടത്തിൽ ഹദീസിനെതിരിൽ പൊന്തി വന്ന എല്ലാ ആക്ഷേപങ്ങൾക്കും നമ്മുടെ പണ്ഡിതന്മാർ മറുപടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചേകനൂരിനെ പ്രത്യക്ഷപ്പെട്ട എന്താ? ആദ്യം ഹദീസിൽ പ്രമാണമല്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പ്രത്യക്ഷപ്പെട്ടത്. 2 സാക്ഷി വേണം. അത് ശരിയല്ലേ, റസൂലുള്ളാഹിന്റെ ഹദീസ് 2 സാക്ഷി വേണം, എന്താ തെറ്റുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങിയത്. പിന്നെ ഓരോന്ന് നിഷേധിക്കാൻ തുടങ്ങി. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, 5 വഖത്ത് നിസ്കാരമുണ്ട്, പക്ഷെ തൊഴിലാളികളൊക്കെ സൗകര്യത്തിന് 3 വഖത്തായി നിസ്കരിച്ചാൽ മതി. എങ്ങനെയുണ്ട്? തൊഴിലാളിന്റെ ആള് എല്ലാരും മുതലാളിന്റെ ആളാ, ഇപ്പോൾ തൊഴിലാളിന്റെ ഒരാള് വന്നല്ലോ എന്ന നിലക്ക് ഒരാള് പിന്നാലെ കൂടി. കുറച്ചുകാലം കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു നിസ്കാരത്തിന്റെ 3 ഉള്ളൂ, നിസ്കാരം 3 ഉള്ളൂ. അസിലിൽ മരിക്കാനായപ്പോ പറഞ്ഞു 2 ഉള്ളൂ. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്നത് നിസ്കാരം തന്നെ കവാത്തന്നല്ലാന്ന. ഒക്കെ ബുദ്ധിയാണ്, ഒക്കെ ഖുർആൻ ഗവേഷണാണ്. ഖുർആൻ മുമ്പിൽ വെച്ചത്തെ ഗവേഷണങ്ങളാ അതൊക്കെ. അഖിമിസ്സലാത്തലിദിക്രി, എന്നെ ഓർക്കാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. അപ്പൊ എല്ലാരും ഓർത്താ മതി. ഡ്രൈവർ ഇങ്ങനെ വണ്ടി തിരിക്കുമ്പോ അല്ലാ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. ഹോട്ടലിൽ ചായ വാരുന്നോ റബ്ബേ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. കന്നുകൂട്ടുന്നോ കരി ഇങ്ങനെ പിടിക്കുമ്പോ അല്ലാ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. എല്ലാരും ഇടയ്ക്ക് ഇങ്ങനെ അള്ളാനെ ഓർത്താ നിസ്കാരായി. അല്ലാതെ അതിനുവേണ്ടി കിബിലക്ക് തിരിഞ്ഞ് ഒന്നു കൊടുത്തൊരു കവാത്തൊന്നും വേണ്ട, ലക്ഷക്കണക്കിന് കൊടുക്കേണ്ട പള്ളി ആവശ്യമില്ല, എല്ലാം അനാവശ്യമാണ്, സുന്നത്തിയമായ തീരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവർ ഖുർആൻ ദർശനത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പാതയിലേക്ക് തന്നെയാണ് ഇപ്പോ നമ്മുടെ സുല്ലമിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറേശ്ശെ നിഷേധിച്ച് ഓരോന്നിനെ കുറിച്ചും മതിപ്പില്ലാതാക്കി. സഹീഹുൽ ബുഖാരിയിൽ വാറോലയുണ്ടെന്നാണ്. എന്നിട്ട് ഉളുപ്പില്ലാതെ ചോദിക്കുക, ഞാൻ എവിടെ ഹദീസ് നിഷേധിച്ചേ? ഞാൻ 60 ഹദീസ് നിഷേധിച്ചിട്ട് എന്തേ ഇപ്പൊ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നത്. സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ചേർന്ന് ഉദ്ധരിച്ച ഹദീസാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിനെ പോലും വാറോല എന്നാണ് അയാളുടെ പുതിയ പുസ്തകത്തിൽ അയാൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ അയാളെ ബുദ്ധിക്ക് യോജിക്കുക എന്നുള്ളതാണ്. ഈ ബുദ്ധിക്ക് യോജിക്കുന്നതിനൊക്കെ വ്യക്തമായ മറുപടി അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ചേകനൂരിനും അബൂറയ്യക്കും ഒക്കെ മറുപടി എഴുതിയപ്പോൾ മുസ്തഫ സബായുടെ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ട് അമാനി മൗലവി പറഞ്ഞിട്ടുണ്ട്. ആരെ ബുദ്ധിയാണ്? യഹൂദിന്റെ ബുദ്ധിയ, ക്രിസ്ത്യാനിന്റെ ബുദ്ധിയ, അന്നത്തെ അറബികളുടെ ബുദ്ധിയ, ഇന്നത്തെ നമ്മുടെ ബുദ്ധിയ? ആരെ ബുദ്ധിയാണ് പരിഗണിക്കേണ്ടത്? ഓരോരുത്തരെയും ബുദ്ധിക്കനുസരിച്ചൊക്കെ സ്വീകരിക്കാത്തല്ലാതാണോ? അങ്ങനെയാണെങ്കിൽ ഇതിന് മാനദണ്ഡം ഉണ്ടാവുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ഇപ്പോൾ ചില പുതിയ മാനദണ്ഡങ്ങൾ ഇയാളുടെ വകയായിട്ട് ഉണ്ടാക്കുന്നതാണ്. പണ്ഡിതന്മാർ പോലും റസൂലുള്ളാഹിന്റെ ഹദീസുകളെ ജനങ്ങളെ മുമ്പിലിട്ട് പുച്ഛിച്ചാൽ പിന്നെ എന്തായിരിക്കും പാമരന്മാരുടെ സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. ഈ